ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഹിന്ദി സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്ന ചാവ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ. ഇതിൻ്റെ സംവിധായകൻ വന്നിട്ടാണെങ്കിൽ ലക്ഷ്മൺ ഉട്ടേക്കറാണ്. വിക്കി കൗശൽ, രശ്മിക മദാന, ഡയാന പെൻറ്റി, പ്രദീപ് റാവത്ത്, ഇത്ര പേരെ മാത്രമേ എനിക്കറിയാവുന്ന കാസ്റ്റിംഗ് ആയിട്ട് ഈ സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള താരങ്ങളൊക്കെ ന്യൂ ഫേസാണ്. ഹിന്ദി നടന്മാരും നടിമാരൊക്കെയാണ് ഓരോ വേഷങ്ങൾ ചെയ്യുന്നത്. ഈ സിനിമ ഒരു ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ കഥയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതായത് മറാത്തി എംപയർ എന്ന് പറഞ്ഞ ഒരു സാമ്രാജ്യം ഉള്ള ആ ഒരു ടൈമിലെ രണ്ടാമത്തെ രാജാവായിരുന്ന സംഭാജി മഹാരാജ്, ഛത്രപതി സംഭാജി മഹാരാജ് എന്ന് പറയുന്ന ആ ഒരു യോദ്ധാവിൻ്റെ ജീവിത കഥയും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഒരു കാര്യം പറയാം. വിക്കി കൗശൽ എന്ന് പറഞ്ഞ ഒരു ആക്ടർ, അദ്ദേഹം ഏത് സിനിമയിൽ ഏത് റോൾ ചെയ്താലും അദ്ദേഹം വിക്കി കൗശലാണെന്ന് നമുക്ക് തിരിച്ചറിയാനേ പറ്റത്തില്ല. അങ്ങനെ ഒരു മേക്ക് ഓവറിലാണ് ഈ പുള്ളി എല്ലാ സിനിമയിലും കയറി അഭിനയിക്കുന്നത്. അതേ കണക്കാണ് ഇവിടെയും എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അദ്ദേഹമാണെന്ന് തിരിച്ചറിയാനേ പറ്റുന്നില്ല. ഞാൻ ഇയാളുടെ ആദ്യത്തെ എൻട്രി കണ്ട സമയത്ത് ഞാൻ കരുതി ജ്ഞാനിയായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ കരുതിയത് ജ്ഞാനിയുടെ ഒരു ഫേസ് ലുക്ക് കണക്ക് തോന്നി. പിന്നെയാണ് വിക്കി കൗശലാണെന്ന് അറിഞ്ഞത്. പിന്നെ ഈ സിനിമയിൽ രശ്മിക മദാന ഒരു റോൾ ചെയ്യുന്നുണ്ട്. രശ്മികയെ പറ്റി പറയുകയാണെങ്കിൽ എന്തിനാണ് രശ്മിക ഇങ്ങനത്തെ ഒരു സിനിമയിൽ പോയി തലവെച്ചെന്ന് ചിന്തിക്കുന്നത്. വലിയ റോളൊന്നും ഇല്ല കേട്ടോ. ഒരു രീതിക്കുള്ള വലിയ റോളോ പെർഫോമൻസോ ഒന്നുമില്ലാത്ത ഒരു സൈഡായിപ്പോട്ട് കൂടിപ്പോയ ഒരു 5-6 സീൻ ഈ സിനിമയിൽ കാണും. അത് മാത്രമേ ഉള്ളൂ. അതായത് ഇതിലെ ഛത്രപതി സംഭാജി മഹാരാജ് എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ വൈഫായിട്ടാണ് ഈ സിനിമയിൽ നമ്മുടെ രശ്മിക അഭിനയിക്കുന്നത്. പിന്നെ പ്രദീപ് റാവത്തുമുണ്ട് ഈ സിനിമയിൽ. അദ്ദേഹത്തിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ സിനിമ ഒരു 730-740 കോടി കളക്ഷൻ ഇടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു ബയോഗ്രഫി മൂവി ഒരു രാജാവിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റ് എടുക്കാൻ നേരത്ത് ഇത് കുറച്ചെങ്കിലൊക്കെ നമുക്ക് എൻഗേജ്ഡ് ആവുന്ന എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഇപ്പോൾ എല്ലാ സിനിമയും നമുക്കിപ്പോൾ ബാഹുബലി പോലെയോ അല്ലെങ്കിൽ RRR പോലെയോ അല്ലെങ്കിൽ ധീരയൊക്കെ പോലെ നമുക്ക് ആവണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നടക്കുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് ഒരു സ്ലോ ഫേസ് മൂവിയാണ്. അറിയാത്ത കുറേ കഥാപാത്രങ്ങൾ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്. ഒരു സീനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ സിനിമ ഇങ്ങനെ പോയി കുറേ യുദ്ധങ്ങൾ, വെല്ലുവിളികൾ, അങ്ങനത്തെ കുറേ രാജാവ്, കൊട്ടാരം, രാജാവിൻ്റെ റാണിയുടെയും പ്രണയം, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ച് പോയിട്ട് അവസാനത്തെ നേരത്ത് സിനിമ അങ്ങ് ഭയങ്കരമായ സീരിയസ് ആവുകയാണ്. ആ നേരത്ത് നമ്മുടെ സംഭാജി മഹാരാജിനെ കീഴ്പ്പെടുത്തിയിട്ട് ഇദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവൻ പോകുന്നത് കാണുന്നതൊക്കെ പറഞ്ഞു. ഇയാൾ ഭയങ്കര ധീര യോദ്ധാവാണ്. അലമുറയിട്ട് ജഗ്ഗമ്മ എന്നൊരു ദേവിയുണ്ട്, ഇവരുടെ കുലദൈവമാണ്. ആ ദേവിനെയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ച് ഇദ്ദേഹം മരിക്കാനായിട്ട് അങ്ങേയറ്റം ടോർച്ചർ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ കാണാൻ വേണ്ടി പറ്റിയത്. എനിക്ക് ആ സീൻ കണ്ട സമയത്ത് നമ്മുടെ കാന്താര സിനിമയിലൊക്കെ ഒരു പെർഫോമൻസ് ലെവലില്ലേ, ക്ലൈമാക്സിൽ ആ ഒരു പെർഫോമൻസ് ലെവലുണ്ടല്ലോ, അതേ കണക്കൊക്കെ ആവാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ഒന്നും അങ്ങോട്ട് ഒത്തില്ല എന്നപ്പോൾ ആയിരിക്കണം ശരി. അത്രയ്ക്കൊന്നും വന്നില്ല. ഇദ്ദേഹം എന്തൊക്കെയോ ഇല്ല, ഭയങ്കര ബ്ലഡിഷൊക്കെ ആയിട്ട് മുറിവും മുടിയൊക്കെ അഴിച്ചൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരു അലർച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. വിക്കി കൗശലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാന്താര കണക്കത്തെ ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഒന്നും വരുന്നില്ല. ഡയാന പെൻറ്റി എന്നൊരു ആക്ട്രസ് ഉണ്ട് ഇതിനകത്ത്. അവരാണെങ്കിൽ ഈ സിനിമയിൽ ഒരു നോക്കുകുത്തിയ കണക്ക് നിൽക്കുകയാണ്. എന്തിനാണ് ആ ഒരു കഥാപാത്രം ഞാൻ ചിന്തിക്കുകയാണ്. ഈ സിനിമയിൽ ആൾമോസ്റ്റ് കഥാപാത്രങ്ങൾ എന്തിനായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. ഈ സിനിമയെ എന്തിനാണെന്ന് ചിന്തിക്കുന്നത്. ഈ 730 കോടി കളക്ഷൻ എന്നൊക്കെ പറയാൻ വേണ്ടി എന്താണ് ഈ സിനിമയ്ക്കകത്തുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. വലിയ കഥയൊന്നുമില്ല. ഡയാന പെൻറ്റിയൊക്കെ ഒരു പെർഫെക്റ്റ് ആക്ട്രസ്സാണ് അവിടുത്തെ. അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് സൈഡ് നോക്കുകുത്തിയാണൊക്കെ കാക്കിയിരുത്തിയതൊക്കെ ലക്ഷ്മൺ ഉട്ടേക്കർ എന്ന് പറയുന്ന സംവിധായകൻ ഒന്നുകൂടെ ചിന്തിക്കണമായിരുന്നു എന്താണ് കാര്യമൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ പോകുന്നൊരു സിനിമ, ഒരു ലൈഫ് സ്റ്റോറി, ജീവചരിത്രം എന്നൊക്കെ പറയും, അത് എടുത്തു വച്ചിരിക്കുകയാണ്. ഒട്ടും രസകരമായി തോന്നിയില്ല കണ്ട സമയത്ത്. ആ ചരിത്രം പോലും നമുക്ക് പിടികിട്ടില്ല കണ്ട സമയത്ത്. ചരിത്രം പോലും ചിലപ്പോൾ നമുക്ക് അറിയാത്ത ചരിത്രങ്ങളെപ്പറ്റി ഇനി അറിയാൻ വേണ്ടി പല സിനിമകളിൽ കൂടെ കാണിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് വരും. ഇത് ഒട്ടും തോന്നിയില്ല. മറാത്തി എന്നൊരു സാമ്രാജ്യത്തിൻ്റെ ഒരു രണ്ടാമത്തെ രാജാവായ സംഭാജി മഹാരാജ്, ഛത്രപതി സംഭാജി മഹാരാജ് അയാളെ വിളിക്കും. അങ്ങനെയുള്ള ഒരു ശിവഭക്തനായ ഒരു ആളുടെ ഒരു ഇതാണ് പറയുന്നത്. ഒട്ടും രസകരമില്ലായിരുന്നു. ഒരു
ഒരു ലോ ആവറേജ് സിനിമ എന്ന് പറയും. പിന്നെ കുറേ ഗ്രാഫിക്സ് വർക്ക്, പിന്നെ VFX ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒന്നും വർക്കൗട്ട് ആയില്ല. കൊട്ടാരത്തിൻ്റെ കുറേ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും അങ്ങോട്ട് റെഡി ആയില്ല, ഒന്നും ആയില്ല. മികച്ച ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിപ്പോയി. അതൊന്നും കണ്ടില്ല, സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനത്തെ ഒരു പടമാണ് ഈ ഒരു ചാവ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഈ ചാവ എന്നൊരു പേരൊക്കെ ഈ സിനിമയ്ക്ക് എന്തിനാണ് ആപ്റ്റതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനാണിത് ഇങ്ങനെ വന്നതെന്ന് പോലും പിടികിട്ടുന്നില്ല. അങ്ങനെ ഒരു സബ്ജക്റ്റ് ടൈറ്റിൽ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് ചാവ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് ദയവ് ചെയ്ത് ആരും എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കേണ്ട. അത്രയ്ക്കൊരു ദുരന്തം പടമാണ് ഈ ചാവ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. എടുത്ത് വെച്ച് അബദ്ധത്തോട് എനിക്ക് എടുത്ത് വെച്ച് കണ്ട ഒരു കാര്യം, രശ്മിക മദാന ഉണ്ടല്ലോ എന്ന കാര്യമായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ഞാൻ എടുത്ത് നോക്കിക്കണ്ടത്. രശ്മികയ്ക്ക് പോലും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ആ ഒരു കാര്യം വെച്ച്. വളരെ ഒരു മോശം സിനിമയാണ് ഈ ഒരു ചാവ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഒരു ബയോഗ്രഫി, ഒരു രാജാവിൻ്റെ ജീവചരിത്രം എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് ഭയങ്കര സംവിധാന പിഴവും കാര്യങ്ങളൊക്കെ വന്നുപോയി. പക്ഷേ ഇത്രയും ബിഗ്ഗസ്റ്റ് കളക്ഷൻ കിട്ടുന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കത്ത് പോലുമില്ല. ഇനി വല്ല കള്ളക്കണക്കാണെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യം ചിത്രമുള്ള പറയാനായിട്ട്. ചാവ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പിന്നെ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടി പോലും ആരോട് വെച്ച് കാണണ്ട, കണ്ട ശോകം പടമായിട്ട് മാറിപ്പോവും. ആ ഒരു കാര്യം വെച്ച് ഇതാണ് ചാവ സിനിമ റിവ്യൂ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു റിവ്യൂവോ അപ്ഡേറ്റോ ആയിട്ട് വരുന്നവരിക്കും. ദിസ് പ്രാണ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.